ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത അതുൽ. അപ്പോൾ അതാ ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ രാവിലെ 5 മണീൻ്റെനൊക്കെ പോകണം. 5 മണിക്കല്ല, 5 മണിക്കൊക്കെ എണീച്ച് പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എണീച്ച 5 മണിക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 6 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊഴാൻ വേണ്ടി പോവാണ്. 6 മണി മുതൽ 7:30 വരെ എങ്ങാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഇന്ന് തന്നെ ഞങ്ങൾ റിട്ടേൺ പോവുകയും ചെയ്യും കേട്ടോ, രാവിലെ തൊഴുത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതാ ഒന്നും കൂടി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത. അത് ഞങ്ങൾ ഇന്നലെ വഴിയൊക്കെ കണ്ടു വെച്ചുകൊണ്ട് നടന്നു പോകാനേ ഉള്ളൂ കേട്ടോ ടെമ്പിളിലേക്ക് റൂമെന്ന്. അപ്പോൾ അവർ ഫ്രണ്ടിൽ നടന്നിട്ടുണ്ട്, ഞാൻ ബേക്കിൽ നടന്നു. ഏറ്റവും ലാസ്റ്റ് പുറപ്പെട്ട് കഴിയുന്ന ഒരാൾ ഞാനാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്താ ബേക്കിൽ നടക്കുന്നേ ഉള്ളൂ. അവരെൻ്റെ ഫ്രണ്ടിൽ അതാ ഫ്രണ്ടിലുണ്ട്. അതുകൊണ്ട് ആ പോകുന്നത് വരാട്ടോ. ഇതോട്ടെ പഴവങ്ങാടി ഗണപതീൻ്റെ ക്ഷേത്രം. അവിടെയും കൂടി ഞങ്ങൾ തൊഴണമെന്നുണ്ട്. എന്തായാലും തൊഴുത് വരുന്ന നേരം അവിടെ കയറാൻ വിചാരിക്കാം. അവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വ്യൂ. അങ്ങനെതാ ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ടോ. ഏകദേശം ഞങ്ങൾ 6 മണിക്കോ ഞാൻ കയറിയിട്ട് ഇപ്പോൾ സമയം ഇത്രയൊക്കെ 7:45 അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി. 7:30 അടച്ചു കഴിയും. അപ്പോൾ അതിൻ്റെ അതിൽ കയറിയതാണ്. കയറി ഇറങ്ങി. ഇനി കുറച്ച് ഫോട്ടോസ് പ്രഹസനം. എല്ലാം പൊറുക്കി കൊണ്ടുപോയിക്കണം. ഇനി ഞങ്ങൾ നേരെ ചായ കുടിച്ചിട്ട് ഇവിടേക്ക് പോകാം കേട്ടോ. ആറ്റുകാലും പോകണം, പഴവങ്ങാടിയും പോകണം. നല്ല വെയില. മീനേം ബ്രാലേ നോക്കുക. ഞങ്ങള് വരുന്ന വഴിക്ക് ഇവിടെ വേറൊരു ഗണപതിൻ്റെ ഒരു ടെമ്പിൾ കണ്ട്. അപ്പോൾ അവിടെ കയറി. ചെറിയൊരു ഗണപതിൻ്റെ ടെമ്പിള്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരു ടെമ്പിളോട് കണ്ട് വെച്ചിട്ടോ ഞങ്ങളൊക്കെ അവിടെ തൊഴുതിട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഇന്നലൊക്കെ ഫുഡ് കഴിച്ച അതേ ഹോട്ടലിൽ സ്ഥലമല്ല. ഫുഡിന് പറഞ്ഞിട്ടോ. എനിക്കും ഉണ്ണിക്കും മസാല ദോശ, അമ്മയ്ക്ക് പൂരി. മറ്റവരെന്ത് പറഞ്ഞത് അറിയില്ല, ഒരു വേറെ ടേബിളാണ്. ചൂടുണ്ടോ? ഇരുന്ന് കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രം കാണട്ടോ. കണ്ടോ സ്ഥലദോഷം ഓർമ്മട്ടോ. ഇനി പഴവങ്ങാടി ക്ഷേത്രത്തിലേക്ക്. ഇനി പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക്. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളിനി ആറ്റുകാലിലേക്ക് പോകുള്ളൂ കേട്ടോ. ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി. അമ്പലത്തിൻ്റെ അടുത്തടുത്ത് തന്നെയാണ്. ആറ്റുകാലിലേക്ക് വണ്ടി എങ്ങാൻ വിളിച്ചു കൊണ്ടുവരും. എനിക്ക് തോന്നുന്നു ഏകദേശം 2 കിലോമീറ്റർ എങ്ങാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി എങ്ങാൻ വിളിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വയറൊക്കെ ഫുള്ളായി ഉഷാറായി. നല്ല അടിപൊളി ചായ കേട്ടോ, അടിപൊളി ചായ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എത്തി കേട്ടോ. അങ്ങനെതാ ഞങ്ങൾ പഴവങ്ങാടി തൊഴുത് കഴിഞ്ഞിട്ട് ആറ്റുകാലിലേക്ക് പോവാട്ടോ.
ഞങ്ങളിതാ ടെമ്പിളിൽ എത്തിട്ടോ. ഒരു മാല വാങ്ങിയിട്ടുണ്ട് ദേവിക്ക് അർപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിതാ ഇതൊന്നും വാങ്ങിച്ചു, തുളസിമാല വാങ്ങിച്ചു. പിന്നെ ഇത് കാണിച്ചാൽ ഇതും വാങ്ങിച്ചു. ഇതിവിടെ എന്തോ മണ്ണാരത്തിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ അമ്പലത്തിൽ കല്യാണം കാര്യങ്ങൾ നടക്കുന്നത്, തൊഴാനുള്ള വരിയൊക്കെ കാണുന്നു. അങ്ങനെതാ ഞങ്ങൾ തൊഴുതിറങ്ങിട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഓക്കെ, ആ കാണുന്ന ക്യൂ ഒക്കെ അതൊക്കെയാണ് അങ്ങോട്ടുള്ളത്. കുഴപ്പമില്ലാതെ ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്, കണ്ട്. പിന്നെ ഒരുപാട് കല്യാണങ്ങളുണ്ട് കേട്ടോ ഇവിടെ, ഇഷ്ടംപോലെ കല്യാണം, അതിൻ്റെ തിരക്കും ഉണ്ട്. ഇച്ചിരി നേരത്തെ മതിയെ കൊടുക്കായിരുന്നു. അങ്ങനെതാ ഞങ്ങൾ തൊഴുത് നേരെ റൂമിലോട്ട് പോവാട്ടോ. ഞങ്ങൾ റൂമിലെത്തിട്ടോ. റൂം കണ്ടപ്പോൾ നല്ലൊരു സുഖം. അങ്ങനെ ഇതാ ഞങ്ങൾ വന്ന് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ ഏകദേശം 10-10:45 എത്തിക്കണല്ലേ. അപ്പോൾ റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ ഏകദേശം 12:45 ഞങ്ങൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ഫുഡ് കഴിച്ച് വന്ന് കുറച്ച് നേരം ഒന്നുകൂടി റെസ്റ്റൊക്കെ എടുത്തിട്ട് 2:45 ട്രെയിന്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അത് ഭക്ഷണം കൂടി കഴിച്ച് വന്ന് കുറച്ചുകൂടി റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങാലോ വിചാരിച്ചു. എന്നാൽ പിന്നെ വലിയ ക്ഷീണത്തിൻ്റെ പ്രശ്നമൊന്നും വരുമല്ലോ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നേരത്തെ രാവിലെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സെയിം സ്ഥലത്ത് തന്നെ ആയിരിക്കും. ഏകദേശം ഇവിടെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അതാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യം പറയട്ടെ, ഇവിടുത്തെ ചൂടില്ലേ, നമ്മളെ നാട്ടിലെ ചൂടിനെക്കാട്ടിലും നല്ല ചൂടാട്ടോ ഇവിടെ. എന്താണെന്ന് എനിക്കറിയില്ലെങ്കിൽ ഇവിടെ ഭയങ്കര ഈ അടുപ്പിൻ്റെയൊക്കെ നടുവിൽ കണലുണ്ടാവില്ല, അതിൻ്റെ അവിടെ കയറി നിന്നാൽ നമുക്ക് എങ്ങനെ പൊള്ളൂ അതുപോലെ പൊള്ളുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നി ഇത്രയ്ക്ക് കോഴിക്കോട് ഇത്ര ചൂട് എനിക്ക് തോന്നിയില്ല. ഭയങ്കര ചൂടാ. അന്നപൂർണ അച്ഛനെവിടെ? ഞങ്ങൾ സെറ്റാക്കി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മീൽസേ ഉള്ളൂ പറഞ്ഞു. അപ്പം പിന്നെ എന്തായാലും മീൽസ് മതിയല്ലോ പറയുകയും ചെയ്തിട്ടുണ്ട്. എത്തിയിട്ടുണ്ട് ഉണ്ണിയെ. നമ്മളെ സദ്യ തന്നെ റൈസ് പിന്നെ വരിക ചെയ്യാം. സദ്യയുണ്ട്, പിന്നെ പപ്പടം ഉണ്ട്, പിന്നെ ഐറ്റംസ് എത്ര ഉണ്ടോ. ഇത് ഓലനല്ല പച്ചടി, അവിയൽ, അച്ചാറ്, ഉപ്പേരി, കാളയുണ്ട്, പിന്നെ പരിപ്പുണ്ട്, പിന്നെ മത്തൻ്റെ സാമ്പാറുണ്ട്, രസമുണ്ട്, പായസമുണ്ട്, തൈരുണ്ട്. ദാറ്റ് വണ്ണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പപ്പടം പെരുത്ത പപ്പടാട്ടോ. ഉണ്ണിക്കല്ലേ? അങ്ങനെതാ ഫുഡ്. ഞാൻ ലാസ്റ്റ് പായസം കഴിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഐസ്ക്രീം കാണിച്ചേ. ഞാനിതാ ഐസ്ക്രീമും പായസം കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. നല്ല കോമ്പിനേഷനാണ്. എവിടെയോ നല്ല അടിപൊളി അടയും ബൂന്തിയരയും കൂടിയുള്ള പായസം കേട്ടോ. നല്ല പായസം ഇഷ്ടപ്പെട്ടു. പിന്നെ ഓവറോൾ ഫുഡൊക്കെ അടിപൊളിയാണ്. കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. എൻ്റെ ചോറ് കുറച്ച് ബാക്കി. വേണ്ട എനിക്ക് വേണ്ട. ഇതാ ഒരുത്തി അവിടെ കുത്തിരുന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടോ, എന്നോട് കളിക്കുന്ന കണ്ടോ? ഞാൻ വീഡിയോ എടുക്കുന്നതിന് നോക്കി നിൽക്കുക. അവള് ചോറ് കൊടുത്തിട്ട് തിന്നാണ്ട് ഐസ്ക്രീം കണ്ടപ്പോൾ അത് തിന്നു. അതിനൊക്കെ മാത്രം ഞങ്ങൾ 6 പേര് കഴിച്ചതാട്ടോ.
ആടെ എടുത്ത് ചിന്താവിഷ്ടയായി കുത്തർന്നിട്ട് ഐസ്ക്രീം തിന്നു. അങ്ങനെ ഞങ്ങളിതാ റൂമിലെത്തി. ഇനി ഇച്ചിരി നേരം കിടക്കും. അങ്ങനെതാ ഞങ്ങളെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. 2:15 ആയി. 2:50 ട്രെയിന്. ഞങ്ങളെ റൂം ഇതാണ്. ഞങ്ങളുടെ റൂം ഞങ്ങൾ ഇന്നലെ മുതൽ ഇന്ന് വരെ യൂസ് ചെയ്ത റൂം. സത്യം പറയാലോ നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഇവിടെ റൂമും കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തന്നത് ഞങ്ങളെ ഒരു റിലേറ്റീവ് തന്നെ കേട്ടോ, ബാബു മാമൻ. പക്ഷേ സത്യം പറയാമല്ലോ തിരുവനന്തപുരമൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഈ ഐശ്വര്യ എന്ന് പറഞ്ഞ ഹോട്ടൽ ഞാൻ പ്രിഫർ ചെയ്യും. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, എല്ലാ സൗകര്യവും ഉണ്ട്. നമുക്ക് ഒരു ഫാമിലിക്ക് വന്നാൽ നല്ല സമാധാനത്തോടെ കിടന്നുറങ്ങി എണീച്ച് പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും കൂടി ഒറ്റ റൂം. അതാ ഇവിടെ ഇങ്ങനെയൊരു ഷെൽഫ് വരുന്നുണ്ട്, ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും വെക്കാൻ. പിന്നെ അതാ ഇങ്ങനെ ഡ്രോയർ, പിന്നെ അവിടെ ഒരു ടേബിളുണ്ട്, TV ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം സെറ്റ്. അപ്പം റൂമിന് ബായ്. ഇനി എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ വീണ്ടും എടുക്കാം. കണ്ണടൻ അവരുടെ വിസിറ്റിംഗ് കാർഡ് വാങ്ങിച്ചോട്ടോ. കാരണം ഇനി എപ്പോഴെങ്കിലും വരുന്നുണ്ട് ഉപയോഗിക്കാമല്ലോ വിചാരിച്ച്. പിന്നെ ഞങ്ങളെ പെട്ടിയും കാര്യങ്ങളും ഓട്ടോയിൽ പോവുകയാണ് ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ. ഞങ്ങൾ ചോദിച്ചു കുറേ ദൂരം ഉണ്ട് വിചാരിച്ച് ഓട്ടോ വിളിച്ചു. പക്ഷേ ഓട്ടോ എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് പോലും യാത്ര ചെയ്തില്ല. 30 സെക്കൻഡ് അങ്ങനെ മുന്നോട്ട് വന്നേ ഉള്ളൂ. വെറലൂർ റെയിൽവേ സ്റ്റേഷൻ. അത് 3rd പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇവിടെയാണ്. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കുറച്ച് പോവാം. ട്രെയിൻ ഇതാട്ടോ വന്ന് നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം ടു കണ്ണൂർ ജനശതാബ്ദി D6 കേട്ടോ. D6 അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട്. D5 എത്തി. D6 നെക്സ്റ്റ്. AC തണുക്കുന്ന തിരി കുഞ്ഞാപ്പി എന്താ പറ? ഒന്നും കേട്ടില്ല ഗൈസ്. ഞാൻ അമൃത അതുലിന്. അമൃത അതുലല്ല, ഈ ധൃതിക അതുലല്ലേ? ട്രെയിൻ എടുത്തു കേട്ടോ. കറക്റ്റ് ടൈമിന് ഒന്ന് എടുത്തിട്ടുണ്ട്. 2:50 ആയപ്പോൾ. അങ്ങനെതാ ഞങ്ങൾ എറണാകുളം എത്താനായിട്ടോ. 6:45. 7 മണിയാകുമ്പോഴാണ് എത്തുമെന്ന് കാണിച്ചത്. 7 മണിക്കാണ് ടൈമിങ്. എന്താ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. ലിജീഷേട്ടൻ്റെ വക വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, പിന്നെ കഴിക്കാൻ ഗുബൂസ് ഉണ്ട്, പിന്നെ ഇത് നൈസ് പത്തിരി അല്ലേ ചേച്ചി? നൈസ് പത്തിരി ഉണ്ട്, അൽഫാം ഉണ്ട്. അച്ഛനാ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെതാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.